നമ്മൾ already ഒരു question discuss ചെയ്തു like the string must start and end with same symbol. Here the question is like construct a DFA such that every string accepted must start with either AA or BB. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രിങ് ഒന്നെങ്കിൽ AA വെച്ച് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ BB വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. എൻഡിങ് എങ്ങനെയായാലും ഇഷ്യൂ അല്ല. സോ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ബേസ് സ്ട്രിങ് ഏതായിരിക്കും? ഐദർ AA അല്ലെങ്കിൽ BB. This will be the minimal string or the base string possible with this question. AA അല്ലെങ്കിൽ BB. So Q0 is the start state. If we are considering our base string is AA, then if an A comes, it will move on to Q1. Again A comes, it will move on to Q2, and Q2 will be one of our final state. Likewise, BB ആവും നമ്മുടെ base string. So Q0 ല് ഒരു B വരികയാണെന്ന് വെച്ചാൽ it will move on to a state Q3. It will move on to a state Q3. Again ഒരു B വരികയാണെങ്കിൽ it will reach Q4 and that can also be our final string. So this string will start with AA അല്ലെങ്കിൽ BB. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ Q0 വെച്ച് നോക്കൂ. Q0 A വരുമ്പം Q1 മൂവ് ചെയ്തു, B വരുമ്പോൾ Q3 മൂവ് ചെയ്തു. ഇറ്റ്സ് ഓക്കെ. ഇനി Q1 A വരികയാണെങ്കിൽ it will reach to Q2. അപ്പൊ സ്റ്റാർട്ട് ചെയ്യേണ്ടത് AA വെച്ചിട്ടാണ്. അറ്റ് ദ സെയിം ടൈം ഒരു B വരികയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? ഒരു B വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് AA വെച്ചിട്ടാണ്. AB ഇറ്റ്സ് നോട്ട് പോസിബിൾ. അങ്ങനത്തെ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് Q1 B വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് മൂവ് ഓൺ ടു എ സ്റ്റേറ്റ് കോൾഡ് ഡെഡ് സ്റ്റേറ്റ്. പിന്നെ എന്ത് എയോ എന്ത് ബി വന്നിട്ടോ കാര്യമില്ല, നമുക്ക് തിരിച്ച് ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോവാനായിട്ട് പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. അതായത് Q1 A വരികയാണെങ്കിൽ Q2 എത്താം. പിന്നെ എയും ബിയും എങ്ങനെ വന്നാലും പ്രശ്നമല്ല. നമ്മുടെ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐദർ AA ഓർ BB വെച്ചിട്ടാണ്. അപ്പൊ Q1 ഇഫ് എനി കേസ് B വരികയാണെങ്കിൽ ദാറ്റ് സ്ട്രിങ് വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ്. അപ്പൊ Q1 B വരുമ്പോൾ ദ സ്ട്രിങ് വിൽ മൂവ് ഓൺ ടു എ ഫൈനൽ സ്റ്റേറ്റ്, നോട്ട് ഫൈനൽ സ്റ്റേറ്റ്, എ ഡെഡ് സ്റ്റേറ്റ് Q5. പിന്നെ അതിനുശേഷം എന്ത് സിമ്പിൾസ് വന്നാലും പ്രശ്നമല്ല. ഇറ്റ് വിൽ നോട്ട് റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്. അത് ഡെഫിനറ്റ് ആണ്. ഇനി ഈ ഒരു വേ കൺസിഡർ ചെയ്യും. ലൈക്ക് Q0 B വരികയാണെങ്കിൽ ഇറ്റ് വിൽ മൂവ് ഓൺ ടു Q3. ഇനി Q3 B വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്. അറ്റ് ദ സെയിം ടൈം ഒരു A വരികയാണെങ്കിലോ ഇറ്റ് വിൽ വയലേറ്റ് അവർ കണ്ടീഷൻ. സോ ഇഫ് എൻ A കംസ് ഇൻ Q3, ഈ സിമിലർ കേസ് പോലെ തന്നെ ഇറ്റ് വിൽ മൂവ് ഓൺ ടു Q5. അതായത് ഡെഡ് സ്റ്റേറ്റിലോട്ട് പാസ് ചെയ്തു. പിന്നെ എന്ത് A റീഡ് ചെയ്താലും B റീഡ് ചെയ്താലും ഇറ്റ് വിൽ നെവർ ഗെറ്റ് എ ചാൻസ് ടു കം ബാക്ക് ടു ദ ഫൈനൽ സ്റ്റേറ്റ്. ദാറ്റ് ഈസ് വാട്ട് എ ഡെഡ് സ്റ്റേറ്റ് ഈസ്. ഇനി Q2 ഇതിന് ഇപ്പം വൺസ് എ സ്ട്രിങ് സ്റ്റാർട്ട് വിത്ത് AA പിന്നെ Q2 റീച്ച് ചെയ്തു, അതായത് ഫൈനൽ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ Aയോ Bയോ എന്ത് വന്നാലും ഇറ്റ് ക്യാൻ ലൂപ്പ് ഇൻ ദ Q2 itself and that string is acceptable. The similar case if it start with B and it has another B with it, പിന്നെ Q4 എന്ത് വന്നാലും നോ പ്രോബ്ലം, A B ഇവിടെ തന്നെ ലൂപ്പ് ചെയ്യാം and the string will be accepted. ഇഷ്യൂ വരുന്നത് Q1 B വരുമ്പോഴും Q3 A വരുമ്പോഴും ഇറ്റ് വിൽ മൂവ് ഓൺ ടു ഡെഡ് സ്റ്റേറ്റ്. അപ്പൊ പിന്നെ ആ സ്ട്രിങ്സിന് ഒരിക്കലും ഫൈനൽ സ്റ്റേറ്റിലൂടെ എത്താൻ പറ്റില്ല, ബിക്കോസ് കണ്ടീഷൻ ഡിസാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. ദിസ് ഈസ് ദ DFA ഡിസൈൻ ഫോർ ദ ക്വസ്റ്റ്യൻ ലൈക്ക് സ്റ്റാർട്ട് വിത്ത് ഐദർ AA ഓർ BB. AA വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ബാക്കി AA വെച്ചിട്ട് അല്ലെങ്കിൽ BB വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ എങ്ങനെ ഈ സിംബൽസിന്റെ പൊസിഷൻ വന്നാലും അത് പ്രശ്നമല്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്നും കൂടി ഒന്ന് ജസ്റ്റ് മിനിമൈസ് ചെയ്യാം. കാരണം ഈ ഒരു വേ കൺസിഡർ ചെയ്യുമ്പോൾ Q2 എന്നുള്ള ഫൈനൽ സ്റ്റേറ്റിൽ എയും ബിയും ട്രാൻസിഷൻ Q2 തന്നെയാണ്. അതുപോലെ ഈ ഒരു വേ പാത്ത് കൺസിഡർ ചെയ്യുമ്പോഴും B വെച്ച് തുടങ്ങുന്നത് B കഴിഞ്ഞ് Q4 പിന്നെ A എന്നുള്ളതും Q4 ട്രാൻസിഷൻ നടക്കുക. സോ ദാറ്റ് വി ക്യാൻ ക്ലബ് ബോത്ത് ദീസ് ഇൻ ടു എ സിംഗിൾ ഫൈനൽ സ്റ്റേറ്റ്. ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കണ്ടീഷൻസ് എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് ഇവിടേക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം and name it like Q3 or whatever it is and mark A and B
അപ്പൊ നേരത്തെ വരച്ച അതേ DFA സ്ട്രക്ചർ തന്നെയാണ്. രണ്ട് ഫൈനൽ സ്റ്റേറ്റ്സ് വരയ്ക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്കതിനെ മിനിമൈസ് ചെയ്ത് ഒരു സിംഗിൾ ഫൈനൽ സ്റ്റേറ്റ് ആക്കാം. കാരണം രണ്ട് ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ പിന്നെ വരുന്ന പോസിബിലിറ്റീസ് ഒക്കെ സെയിം തന്നെയാണ്. അതുകൊണ്ട് അതിനെ രണ്ടിനെയും ക്ലബ് ചെയ്ത് ഒരു സിംഗിൾ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് വരച്ചു, ഒരു മിനിമൈസേഷൻ എന്നുള്ളൊരു രീതിക്ക്. ഇറ്റ്സ് ഓക്കെ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്കത് ഇടാം, നമുക്ക് ക്ലിയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.